ഇറങ്ങിയിട്ടുണ്ടല്ലോ. ചോലൊരു 100 നാവ് 1000 നാവായിട്ടുള്ള നമ്മുടെ അനുക്കുട്ടിയുടെ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. മാതാവിനെ വിളിച്ച വാവണ്ടനെ വേറൊന്നും വിളിപ്പിക്കല്ലേ. ആര്യനാട്ടുള്ള വീട്ടിലാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോ ചടങ്ങ് തുടങ്ങല്ലേ അച്ഛാ? അമ്മ വെള്ളോട് ഇങ്ങനെയൊക്കെയാണല്ലോ ഇവിടെ പറയാറുള്ളത്. അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ പുറത്തുനിന്ന് ഗസ്റ്റ് വരുമ്പോ നമ്മള് ലെമൺ ജ്യൂസ് ലൈം ജ്യൂസ് എന്നൊക്കെയാണ് പറയുന്നത്. അതെ അതെ, ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. കിടക്കട്ടെ, എന്നെ കൊണ്ട് ഇതൊക്കെയല്ലേ പറ്റുള്ളൂ. അമ്മേ അമ്മയോ? സോറി ശോഭ എന്നെ അമ്മയെ വിളിക്കുന്നത്. എന്റെ അമ്മേനെ ഞാനല്ലാതെ വേറെ ആരും എനിക്ക് ഇഷ്ടമല്ല. സോറി. എങ്ങനെ വിളിക്കുക? ചില്ലറ പൈസ ഉണ്ടോ? ഓ ഇതൊക്കെ കേട്ടിട്ട് എന്റെ വൈറ്റമിൻസ് ചോർന്ന് പോണു വിക്രമ. അനുവാരെ പോലെയാണ് എന്റെ അച്ഛനെ പോലെ. ഓ പുണ്യം ചെയ്ത അച്ഛൻ. എല്ലാം നിന്റെ വിധിയാണെന്ന് സമാധാനം. അയ്യോ കരിപ്പെട്ടി സതീഷ് നിങ്ങൾ ഇത്ര വലിയ തള്ളാണോ? മൈ ഗോഡ്. അപ്പൊ ഈ കേസും കുഴയും. ചോദിക്കട്ടെ, ഈ തള്ളുകഥയൊക്കെ വീട്ടിലുണ്ടോ? അയ്യോ അത് തന്നെ തള്ള കൊളാക്കും. ഏത് ഗതികെട്ടനെ ശകനം കണ്ടോണ്ടാണ് ഇറങ്ങി പുറപ്പെട്ടത്. ഇതേ മുതലുള്ള ശീലം ഇതുവരെ മാറിയിട്ടില്ല. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. ചൊട്ടല ശീലം ചുടലവരെന്നല്ലേ പറയാ? ഈ എന്താ പറയാ, യൂട്യൂബ് ബ്രൂട്ടസ്, നീ എന്നെ തള്ളി പറയാണല്ലേ? എന്താ ഞങ്ങള് പറയും വീട്ടിലുള്ളതുപോലെ തന്നെ അവിടെ കാണിക്കുന്നത്. അതെ അല്ലേ? നുണ പറയാനും നീയൊക്കെ അത് കേട്ട് വായും പൊളിച്ച് നിൽക്കാൻ. തള്ള സഹിക്കൂലേട്ടാ. ഇത് ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന ലൈവ് പരിപാടി നശിപ്പിച്ചനെ. അത് അമ്മച്ചിക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാവാത്തോണ്ടാണ്, അല്ലാതെ അയ്യേ. ഞാനൊരു മനുഷ്യനല്ലേ? ചേച്ചി ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്നത്. പബ്ലിസിറ്റി ഇതെല്ലാരും അറിയണം അല്ലേ? അറിഞ്ഞാ കുഴപ്പമുണ്ടോ? സത്യത്തിലുള്ള വീട്ടിലുള്ള ഒരു ദിവസം എന്തൊക്കെ കാര്യങ്ങളാ ചെയ്യാ? അവള് ഉറങ്ങും. പോലും വായിച്ചിട്ട് പോലും അവള് കിടന്ന് ഉറങ്ങും. ഉറങ്ങും. പിന്നെ ഉറങ്ങി എണീച്ച് വരും. പിന്നെ ഞാൻ ചെന്ന് വിളിച്ചാലും പോലും എണീക്കില്ല. എല്ലാം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അവര് ജർമ്മൻകാരല്ലേ, നമ്മൾ ഇന്ത്യക്കാർക്ക് ഇതൊന്നും അറിയില്ലല്ലോ. ദേഷ്യണ്ടോ? ദേഷ്യമുണ്ട്. അവന് ദേഷ്യം വന്നാ പിന്നെ കോപോരിക്കും, പിടിച്ചാ കിട്ടൂല. വേറെ മുഖമുണ്ട്. കൂടുതൽ അഭ്യാസം എന്റെ അടുത്ത് കാണിച്ചാണ്ടല്ലോ, ഞാൻ നല്ല പുളിച്ച തെറി വിളിച്ചു പറയും. ഭാവിയില് കല്യാണം കഴിക്കാൻ പോകുന്ന ആ ആളുണ്ടല്ലോ, എന്താ ആ ആളുടെ ഒരു അവസ്ഥ. സന്തോഷമുണ്ട്. എല്ലാരും ഇങ്ങനെ തന്നെ ചെയ്യണോട്ടാ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്.